വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ പോരായ്മകളെ പറ്റിയാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്തെ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് തുടങ്ങാം. ചെറുപ്പത്തിൽ സാറുമാരല്ല ടീച്ചർമാര് നമ്മളോട് പറയുന്ന ഒന്നാണ്, നിങ്ങൾ A+ മേടിക്കുക, എന്നാലേ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടുള്ളൂ. ഇത് കേട്ട് വളരുന്ന വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ച് 10ലും 12ലും ഒക്കെ A+ മേടിക്കും. എന്നിട്ട് അവർ ഫ്യൂച്ചർ സ്റ്റഡീസിന് ഓപ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ മാർക്ക് വെച്ച് അവർ തങ്ങളുടെ ഫ്യൂച്ചർ ജഡ്ജ് ചെയ്യും. പക്ഷെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ കിട്ടുന്ന A+ ഒന്നും അന്നേരം ചിലപ്പോൾ അതിന്റെ പകുതി പോലും നമുക്ക് കിട്ടണമെന്നില്ല. അവസാനം എങ്ങനെയെങ്കിലും ഒന്ന് ജസ്റ്റ് പാസ് ആയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയിൽ വരെ അവനെത്തും. ഇന്നത്തെ കാലത്ത് വലിയ വലിയ MNC കമ്പനികളിലായാലും അവർ നമ്മുടെ നോക്കുന്നത് മാർക്കൊന്നുമല്ല, മറിച്ച് നമ്മുടെ ടെക്നിക്കൽ എക്സ്പീരിയൻസും കാലിബ്രിറ്റിയൊക്കെയാണ് അവർ അനലൈസ് ചെയ്യുന്നത്. മാർക്ക് കുറവുള്ളവൻ ചിലപ്പോൾ നല്ല ടെക്നിക്കലായിട്ട് ഫ്രണ്ട്ലി ആയിരിക്കാം, അപ്പോൾ അവന് ചിലപ്പോൾ ഒരു 50% മാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് വേറൊരുത്തന് വേണമെങ്കിൽ 90% മാർക്ക് ഉണ്ടാവും. പക്ഷെ ടെക്നിക്കലായിട്ട് ഫ്രണ്ട്ലി അല്ലെങ്കിൽ അവൻ അവിടെ ജോലി നഷ്ടപ്പെടുകയും നേരെ മറിച്ച് ഈ മാർക്ക് കുറവുള്ളവന് ജോലിക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനൊപ്പം ടെക്നിക്കലായിട്ട് കുറച്ച് സ്കില്ലും കൂടി നേടാൻ എപ്പോഴും ശ്രമിക്കുക. ഗായ്സ്, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും A+ കൊണ്ട് ഒരു ഗുണമുണ്ട് കേട്ടോ. കാരണം മെറിറ്റ് സീറ്റ് കിട്ടണമെങ്കിൽ അത് വളരെയധികം അത്യാവശ്യമാണ്. പിന്നെ കുറച്ച് നമ്മൾ ഫ്ലെക്സ് ഒക്കെ അടിച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രശസ്തിയും കിട്ടും. പക്ഷേ A+ ഒരിക്കലും ഒരിടത്തും ജോലി ഓഫർ ചെയ്യുന്നില്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.